ചാച്ച ഇതെന്താ സാധനം? ഇതെന്നാ സാധനം ഇത്? ചൂരല്. ഇതെന്തിനാ ഉപയോഗിക്കുന്ന ചാച്ച? ഇത് ചൂരല. അല്ല, ഇത് എന്തിനാ ഉപയോഗിക്കുന്ന ഈ സാധനം? ഇത് നെല്ലിളക്കുന്ന പറയാ. ഓ അതെ അല്ലേ. അളവ് നോക്കുന്ന 10 ഇടങ്ങഴി കൊള്ളുന്ന പറ. 10 ഇടങ്ങഴിയല്ലേ? 10 വർഷം പഴക്കമുള്ളതാണോ? ഒത്തിരി പഴക്കമുള്ള. ഇത് പിറവൂത്തുനിന്ന് പറയന്മാരെ ഇവിടെ കൊണ്ടുവന്നിരുത്തി അവരെ കൊണ്ട് ചെയ്യിച്ചതാ. ചാച്ച ഇത് ചൂരല് തന്നെയാണോ? ഇത് കണ്ടിട്ട് വേറെ എന്തോ ഒരു കാട്ടുവള്ളി പോലെയാണല്ലോ തോന്നുന്നേ. ഇത് ചൂരല് തന്നെയാണോ? ചൂരലല്ലേ? ചൂരല് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. ചൂരലിവിടെ ഉണ്ടല്ലേ? ഒരു വള്ളിയാ. അതിങ്ങനെ പൊളന്നോളം എടുക്കും അല്ലേ? അത് വീട്ടിൽ ചാടിച്ച് കീറി പൊളിച്ച് ഒരു നല്ല പണിയുണ്ട്. നല്ല പണി പറയാനായത് ചെയ്യുന്നതല്ലേ? ചേച്ചന് ഏകദേശം ഒരു എത്ര വർഷം പഴക്കമുണ്ട് ഇതിന്? ഇതിന് എത്ര വർഷം പഴക്കണമെന്ന് വെച്ചാൽ ഒരു 70-80 വർഷം പഴക്കം ഉണ്ടല്ലേ? അപ്പൊ എന്റെ അച്ഛനേക്കാളും വരെ പ്രായമുണ്ട്. ഇതെ പിടിച്ച് എടുത്ത് അളക്കാനല്ലേ? അളക്കാനാ ആ കുഴ കെട്ടിയേക്കാൻ. ഇത്രയും ചെറുതായിട്ട് ഇത് ചെയ്യെടുക്കണ്ടേ വള്ളി. ചേച്ചി അതുപോലെ അന്നത്തെ കാലത്ത് ഈ പണിക്കാർക്ക് കൂലിയൊക്കെ നമ്മൾ എത്ര കൊടുക്കുമായിരുന്നു? കൂലി കൊടുക്കുന്നത് അത് രങ്ങഴി. മനസ്സിലായില്ല. അത് പിന്നെ ഈ പ്ലാവിന്റെ തടി കൊണ്ട് കുഴിച്ചെടുക്കുന്നത്. രങ്ങഴി കണ്ടിട്ടില്ലേ? രങ്ങഴി. അല്ല ഞാൻ ചോദിച്ചേ, അന്നത്തെ കാലത്തൊക്കെ കൂലി എങ്ങനെയായിരുന്നു? കൂലി പണിക്കാർക്ക് കൂലി പിടിക്കല്ലേ? പണിക്കാർക്ക് കൂലി എന്ന് പറഞ്ഞാല് ഇതുണ്ടല്ലോ, ഇത് തട കെട്ടി തല്ലി ഇങ്ങോട്ട് 7 പറ നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ 1 പറ അവർക്ക് അങ്ങോട്ട് കൊടുക്കും. അങ്ങനെയല്ലേ? 7 പറ നമ്മൾ നമ്മളിങ്ങനെ എടുക്കും, 1 പറ അവർക്ക് കൊടുക്കണം. അങ്ങനെ. അപ്പൊ അവർക്ക് ഇത് മുതലാകുമായിരുന്നു ഇങ്ങനെ? അത് മുതലാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ മുതലാകില്ലേ? 7 പറ കഴിയുമ്പോ 1 പറ അങ്ങ് കൊടുക്കും. കൂലിയായിട്ടൊന്നും വേറെ പൈസ ആയിട്ടും ഇതാണ് റേറ്റ് അല്ലേ? 7-1. നിങ്ങളുടെ തൃപ്തരല്ലേ? 7 പറ കഴിക്കുമ്പോൾ 1 പറ അവർക്ക് അങ്ങോട്ട് കൊടുക്കും. അന്നത്തെ നിരക്കതാണ്. ഒത്തിരി കൃഷിയൊക്കെ ഉണ്ടായിരുന്നോ പണ്ട്? കൃഷിയായിരുന്നു. ഒത്തിരി കൃഷികളുണ്ടായിരുന്നു. തെരുവ കൃഷി, കരിമ്പ് കൃഷി. തെരുവാന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുല്ല് പോലത്തേതാണോ? ഈ പുല്ല്. അല്ല നമ്മൾ അതെന്തെങ്കിലും ഉപയോഗിക്കാൻ കൊള്ളുന്നതാണോ? വാറ്റി തൈര് കൊടുക്കും. തൈലം അല്ലേ? തെരുവത്തൈലം എന്ന് പറഞ്ഞതാണോ? തെരുവ തൈലം.